സംഗതികളുടെ അമ്മയായ മദർ തെരേസയുടെ നിര്യാണ വാർത്ത അറിഞ്ഞുടൻ പ്രസിദ്ധീകരിച്ച കവിതയാണിത്. അമേരിക്കൻ മലയാളികളുടെ വിശേഷിച്ചും കത്തോലിക്ക സമൂഹത്തിൻ്റെ മുക്തകണ്ഠമായ പ്രശംസ ഏറ്റുവാങ്ങിയ കവിതയാണിത്. സദയം ശ്രദ്ധിക്കൂ. ലോകാരാധ്യയ മദർ. ആതുര സേവനത്തെ ജീവിതവ്രതമാക്കി മാറ്റിയ മദർ തെരേസ് മൺമറഞ്ഞെന്നാലവർ സ്വജീവിതം കൊണ്ട് നേടിയെടുത്ത അമരത്വം ലോകാന്ത്യം വരെ നിൽക്കും, നശിക്കില്ലൊരു നാളും. കൽക്കത്ത തെരുക്കളിൽ നട്ടുനനച്ച വൃക്ഷം ആഗോള വ്യാപകമായി പടർന്നു പന്തലിച്ചു. ഈ വൃക്ഷത്തണൽ പറ്റി 10,000 ഇന്ന് അത്തൽ കൂടാതെ പാർത്തു ജീവിതം ആസ്വദിപ്പൂ. രോഗികൾ, കുലടകൾ, ആലംബഹീനർ, കുഷ്ഠരോഗികൾ, സമൂഹത്താൽ വെറുക്കപ്പെട്ട അനേകർ, അനാഥർ, വിധവമാർ, മക്കളാൽ പരിത്യക്തർ, ആരുടെയെല്ലാം കണ്ണീറൊപ്പി ഈ മനസ്വിനി. ഭാരതാംബികേ, നീയേറെ തന്നെയാണിന്ന്. നിൻ പേര് ലോകമെങ്ങും എത്തിച്ചു മദർ തെരേസ്. നിൻ തെരുക്കളിൽ വീണ ചണ്ടി കൂമ്പാരങ്ങളെ ഉപയുക്തങ്ങളാക്കി മാറ്റി ഈ സാധ്വീരത്നം. ലോകമെമ്പാടും നടന്ന് എത്രയോ ആശ്രമം, അനാഥ മന്ദിരം, ആതുരാലയം സ്ഥാപിച്ചിവർ. ആശയറ്റോരായി മേവും 10,000 ആശാകേന്ദ്രമായി മാറി മദറിൻ പ്രസ്ഥാനങ്ങൾ. 1000 വർഷങ്ങളിൽ ഒരിക്കൽ മാത്രം ലഭ്യം ഈശ്വരദത്തമായ സമ്മാനം ഈ വിശുദ്ധ നിതാ സേവന ചരിത്രത്തിനേടുകളിൽ മദറിൻ പേരെന്നേക്കും സുവർണലിപികളിൽ. മതപരിവർത്തനം മദറിൻ മതമല്ല, മനുഷ്യ സേവനം മദറിൻ മതമത്രേ. വായനക്കാരെ കേൾ, മാനവ സേവനം മതം. മനുഷ്യ സൃഷ്ടിയാണ് മതവും വേലിക്കെട്ടും. ജാതി ചിന്തകൾക്കൊക്കെ അതീതയായ അമ്മേ, ലക്ഷോപലക്ഷങ്ങൾക്ക് മദറായി തീർന്നു നിങ്ങൾ. ലോകാരാധ്യയ മദർ, നിങ്ങൾ തൻ സേവനങ്ങൾ ലോകമുള്ള ഒരു കാലം മറക്കില്ലൊരു നാളും.